നോമ്പുകാലം 4-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ. പഴയ നിയമത്തിൽ മുന്തിരിത്തോട്ടം ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്നു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച ഒരു മുന്തിരിവള്ളിയാണ് ഇസ്രായേൽ. എന്നാൽ വിശിഷ്ടമായ മുന്തിരിഫലം നൽകുമെന്ന് കരുതിയ ആ മുന്തിരി പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴങ്ങളാണ്. ഇതൊക്കെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. മുന്തിരിത്തോട്ടം കാര്യസ്ഥന്മാരെ ഏൽപ്പിക്കുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു. ഉടമസ്ഥൻ കാലാകാലങ്ങളിൽ വന്ന് ഫലം ശേഖരിക്കുകയും ചെയ്യുമായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ ഉടമസ്ഥൻ അവകാശികളില്ലാതെ മരിച്ചുപോയാൽ ആ മുന്തിരിത്തോട്ടം കൃഷിക്കാർക്ക് സ്വന്തമാകാമായിരുന്നു. ഇന്നത്തെ ഉപമയിൽ കൃഷിക്കാർ "ഇവനാണ് അവകാശി, വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം സ്വന്തമാക്കാം" എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. "എന്റെ പുത്രനെ അവർ ബഹുമാനിക്കും" എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സ്വപുത്രനെ തന്നെ ഉടമസ്ഥൻ അവരുടെ അടുക്കലേക്ക് പറഞ്ഞുവിടുന്നത്. ഉപമയിലെ ഉടമസ്ഥൻ ദൈവവും സ്വപുത്രൻ ദൈവപുത്രനുമാണ്. തന്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ദാരുണമായ സംഭവവികാസങ്ങളെ ഉപമയിലൂടെ യേശു അവതരിപ്പിക്കുകയാണ്. വിശുദ്ധിയുടെ ഫലം പുറപ്പെടുവിക്കാത്തത് കൊണ്ടാണ് ഇസ്രായേലിന് ഈ ദുര്യോഗം നേരിടേണ്ടി വന്നത്. വർഷം 2000 കടന്നുപോയിട്ടും അവർ ഏറ്റുവാങ്ങിയ ശാപം ഇനിയും അവസാനിച്ചിട്ടില്ല. യേശുവിനെ വധിക്കാൻ മുൻകൈയെടുത്ത ഇസ്രായേലിനെ നശിപ്പിച്ച് പുതിയ ജനത്തിന് ദൈവം രൂപം കൊടുത്തു. "എന്റെ സ്വന്തം ജനം" എന്ന സമവാക്യം അനിവാര്യമല്ലാതായി. നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിന്റെ സ്ഥാനത്ത് പണിയപ്പെട്ട പുതിയ ഭവനത്തിന് മൂലക്കല്ല് യേശുവായിരുന്നു. അവർ ഉപേക്ഷിച്ചു കളഞ്ഞ ആ മൂലക്കല്ല് യേശുവായിരുന്നു. അതിലെ അടിസ്ഥാനശിലകൾ 12 ശിഷ്യന്മാരാണ്. അവൻ പറഞ്ഞ ഉപമയിൽ സ്ഥാപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്ന മുന്തിരിച്ചക്ക് അവൻ രൂപം കൊടുത്ത പുതിയ സഭ തന്നെയാണ്. അതിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ഗോപുരം അവൻ സഭയ്ക്ക് നൽകുന്ന സംരക്ഷണ മുദ്രയാണ്. പക്ഷേ സഭ ഭൂമിയിലെ ദൈവരാജ്യത്തോട് സമാനമായി ചിത്രീകരിക്കപ്പെടുമ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നവർക്ക് മാത്രമേ അതിൽ പങ്കാളിത്തമുണ്ടാകൂ. ഓരോ സഭാംഗങ്ങൾക്കും ഇത് ഒരു മുന്നറിയിപ്പാണ്.